ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് എന്തൊക്കെ ലൈസൻസ് വേണം എന്നുള്ളത് പലർക്കും അറിയില്ല. ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്ന പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ അതിൽ ഈ പറഞ്ഞ ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കീഴിൽ റെഡ് സോണിൽ പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന സംരംഭങ്ങളുണ്ട്. അതായത് അയൽവക്കത്തുകാരനോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് ഒരാൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് മൂവ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ ഈ ട്രേഡ് ലൈസൻസ് കിട്ടാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? മിഥുനം എന്ന സിനിമയിൽ ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി മോഹൻലാലിൻ്റെ കഥാപാത്രം ഓടി നടക്കുന്നത് കാണാത്ത മലയാളികളുണ്ടാവില്ല. ഇന്നും സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പിന്നോട്ട് വലിക്കുന്നത് ഈ ലൈസൻസ് നിയമങ്ങളെക്കുറിച്ചുള്ള പേടികൾ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ലോ പോയിന്റിൽ ചർച്ച ചെയ്യുന്നതും ഈ വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം അഡ്വക്കേറ്റ് അഭിരാം. വെൽക്കം. അപ്പോൾ അഡ്വക്കേറ്റ്, ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി എന്താണ് ട്രേഡ് ലൈസൻസ് ഒന്ന് വിശദീകരിക്കാമോ? അതായത് ലൈസൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരു അനുമതി, ഒരു പെർമിഷൻ. നമ്മൾ ജീവിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരമാധികാരത്തിൽ അതിൻ്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ നമുക്ക് അവരുടെ പെർമിഷൻ ആവശ്യമുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന സംരംഭമാണ്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒന്നില്ലെങ്കിൽ മറ്റു രീതിയിൽ ബാധിക്കുന്ന സംരംഭങ്ങളാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരമാധികാരിയുടെ ഒരു പെർമിഷൻ അതിനാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ട ഒരു സംരംഭം ഇവിടെ തുടങ്ങുമ്പോൾ അതിന് വേണ്ട അടിസ്ഥാന ഘടകങ്ങൾ നമ്മൾ പാലിച്ചിട്ടാണ് ആ സംരംഭം തുടങ്ങിയത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ലൈസൻസ് ആവശ്യമായി വരുന്നത്. അതിന് അവർ തരുന്ന ഒരു സമ്മതപത്രമാണ് ലൈസൻസ്. അപ്പോൾ ഈ ട്രേഡ് ലൈസൻസിൽ എന്തൊക്കെ കാറ്റഗറീസ് വരുന്നുണ്ട്? ട്രേഡ് ലൈസൻസ് ഇപ്പോൾ ഒരു കാര്യം പറയാം. ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ചീത്തപ്പേരാണ് നമ്മുടെ സംസ്ഥാനം ഒട്ടും ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ളത്. ഇപ്പോൾ പല സംരംഭങ്ങളും, ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ തുടങ്ങുന്ന പല സംരംഭങ്ങളും ഇവിടുത്തെ സർക്കാരുകളുടെ ചുവപ്പ് നാടുകളിൽ കുടുങ്ങി അവസാനിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ തൊഴിലാളി സംഘടനകളുടെ ഭീഷണിക്ക് മുമ്പിൽ പലതും നിർത്തിപ്പോവേണ്ടി വന്നിട്ടുണ്ട്, പലതും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ സംരംഭകന് പല രീതിയിലുള്ള നഷ്ടങ്ങളും സംഭവിച്ച കഥകൾ നമുക്കറിയാം. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സംഭവിച്ച ഒരു ആത്മഹത്യ ചെയ്ത കഥകൾ വരെ അടുത്തുണ്ട്. അപ്പോൾ അത് കേരളത്തിന് മാത്രം വളരെ കൂടുതലാണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ ഈ 2018-19 ഈ കാലഘട്ടത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ചില നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ട രീതിയിലുള്ളൊരു പ്രചാരം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സംരംഭകർക്ക് പോലും ഒരു ആത്മവിശ്വാസത്തോടു കൂടി സംരംഭങ്ങൾ തുടങ്ങുവാൻ ഇപ്പോഴും അവർക്ക് പറ്റുന്നില്ല. അത് ഈ നിയമനിർമ്മാണങ്ങൾ അവരിലേക്ക് കൃത്യമായി എത്താത്തത് കൊണ്ടാണ്. ഇവിടെ ഇപ്പോഴും ഈ പറഞ്ഞ മതത്തിൻ്റെ പേരിലുള്ള തമ്മിത്തല്ലും അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പുറകെയൊക്കെ ആൾക്കാർ പോകുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു ചാനലിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു ബിസിനസ് ഇപ്പോൾ നമുക്ക് അറിയാം, കേരളത്തിലൊരു അപകടം നടന്നതിന് ശേഷമായിരിക്കും ആ ബിസിനസ്സിന് ലൈസൻസ് ഇല്ലായിരുന്നു എന്ന് മാധ്യമങ്ങളിലൂടെ പലപ്പോഴും അറിയുന്നത്. ഇപ്പോൾ ഏറ്റവും അടുത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് സഞ്ചരിച്ച വാടക കാറ്, അപകടത്തിന് ശേഷമാണ് അത്ര ഒരു ലൈസൻസ് വേണമെന്ന് പോലും അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ്സുകാരൻ്റെ ബൈറ്റാണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരു ലൈസൻസ് വേണമായിരുന്നു എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലാത്തൊരു സവിശേഷത അല്ലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണോ, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, അത് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർമിഷൻ അത് എപ്പോഴും സർക്കാരുകളുടെ അടിക്കടിയുള്ള പരിശോധനകൾ ആവശ്യമാണ്. എങ്കിൽ പോലും അത്രയും പരിശോധനകളൊന്നും നടക്കില്ല എപ്പോഴും. അപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ, ആരെങ്കിലും പരാതികൾ കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ച് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ വരുമ്പോഴാണ് ഇതിൽ ലൈസൻസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് എന്തൊക്കെ ലൈസൻസ് വേണം എന്നുള്ളത്
പലർക്കും അറിയില്ല. അതിനെക്കുറിച്ച് സർക്കാർ സംവിധാനങ്ങളിലുള്ളവർക്ക് പോലും കൃത്യമായൊരു ഒരു Awareness ഇല്ല. അവയർനെസ് കൊടുക്കാനായിട്ട്, സംരംഭകർക്ക് കൊടുക്കാനായിട്ട് അവർക്കും പറ്റുന്നില്ല. അപ്പോൾ അതിന് എല്ലാം ഇപ്പോൾ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നമുക്കറിയാം ട്രേഡ് ലൈസൻസ് 3ആയിട്ടാണല്ലോ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നത്. ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഉണ്ട്, ഫുഡ് ലൈസൻസ് ഉണ്ട്, ഷോപ്പ് ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ ലൈസൻസിലേക്ക് വരുമ്പോൾ എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യേകത? അതായത് മെയിനായിട്ട് 2 തരത്തിലുള്ള ലൈസൻസാണ്. സംസ്ഥാന സർക്കാരുകളുടെ ലൈസൻസും ഉണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ ലൈസൻസും ഉണ്ട്. നമുക്ക് ലൈസൻസ് അനുവദിച്ചു തരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അതായത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത്, ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനാണെങ്കിൽ കോർപ്പറേഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഫുഡ് ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു, FSSAI, അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിന് കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പൊല്യൂഷൻ, അതും കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിന് കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലൈസൻസാണ് പാക്കേജ് ലൈസൻസ്. ഒരു സംരംഭം നമ്മൾ പാക്കേജ്ഡ് ഗുഡ്സ്, നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ലീഗൽ മെട്രോളജി വകുപ്പിന് കീഴിലുള്ള പാക്കേജ് ലൈസൻസ് എടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇത് പലർക്കും, നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്ന പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ അതിൽ ഈ പറഞ്ഞ ഒരു മാറ്റം വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2019 വന്നിട്ടുള്ളൊരു പുതിയ നിയമമാണ് MSME എൻ്റർപ്രൈസസ് ഫെസിലിറ്റേഷൻ ആക്ട് 2019. അതിന് പ്രകാരം നമുക്ക് 3 വർഷം വരെ ഒരു ലൈസൻസും ഇല്ലാതെ നമുക്ക് ഒരു സംരംഭം ആരംഭിക്കാം. അതായത് MSME സെക്ടറിൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അത് നമുക്ക് 3 വർഷം വരെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് K-Swift എന്ന് പറഞ്ഞ ഇതുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ നമ്മളൊരു അനുമതി പത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ അവർ എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ലൈസൻസ് കിട്ടിയതായിട്ട് തന്നെ കണക്കാക്കും. അത് നമ്മുടെ മെയിലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ അതിന് ഈ പറഞ്ഞ പഴയ പോലുള്ള കാലതാമസങ്ങളില്ല. പഴയ പോലെ അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ ചുവപ്പുനാടിൽ കുടുങ്ങി കിടക്കുന്ന പരിപാടികളില്ല. ആ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി വരികയാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കീഴിൽ റെഡ് സോണിൽ പെടുന്ന കാറ്റഗറിയിൽ പെടുന്ന സംരംഭങ്ങളുണ്ട്. അതായത് മൈനിങ്, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെയുള്ള ഇൻഡസ്ട്രികൾ, ഇപ്പോൾ പഞ്ചസാര ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഇൻഡസ്ട്രികളിൽ പെടാത്ത ചെറുകിട സ്ഥാപനങ്ങൾ, 10 കോടിയിൽ താഴെ വരുന്ന മൂലധനം 10 കോടിയിൽ താഴെ വരുന്ന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഈ പറഞ്ഞ K-Swift വഴി നമുക്ക് ഒറ്റ ആപ്ലിക്കേഷനായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ 3 വർഷം ലൈസൻസ് വേണ്ട നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ കാലയളവിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചാൽ, ഇപ്പോൾ ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ എന്തെങ്കിലും ഒരു പരാതി വന്നാൽ എങ്ങനെയാണ് സർക്കാരിനത്? അല്ല, അതിൽ ഈ പറഞ്ഞ നിയമത്തിൽ കേരള സർക്കാരിൻ്റെ നിയമങ്ങൾ മാത്രമാണ് അവിടെ ഇപ്പോൾ ഓവർകം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FSSAI ഒരു കേന്ദ്രത്തിൻ്റെ നിയമമാണ്. അത് നമ്മളെടുക്കണം. പൊല്യൂഷനും നമ്മളെടുക്കണം. ഈ പറഞ്ഞ പാക്കേജ്, അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ പാക്കേജ് ലൈസൻസ് കൊടുക്കണം. നമ്മളൊരു പാക്കേജ് ഫുഡാണ് നമ്മൾ സപ്ലൈ ചെയ്യണമെങ്കിൽ പാക്കേജ് ലൈസൻസ് കൊടുക്കണം. അത് 3 ഒഴിച്ച് മറ്റ് ലൈസൻസുകൾ, അതായത് നേരത്തെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് ലൈസൻസ് ടു ട്രേഡ്സ്, എൻ്റർപ്രണർഷിപ്പ് ഒരു ഇഷ്യൂസ് റൂൾസ് ഉണ്ട്. അത് പ്രകാരമുള്ള ലൈസൻസുകളെല്ലാമാണ് ഈ പറഞ്ഞ K-Swift വഴി ഒറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് കിട്ടുന്നത്. അത് 11 വകുപ്പുകളായിട്ട് ഏതാണ്ട് 26 തരം ലൈസൻസുകളുണ്ട്. അപ്പോൾ അത് ഓരോ സംരംഭത്തിനും വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഫുഡിൻ്റെ സംഭവം വ്യത്യസ്തമാണ്. അതിന് നമ്മൾ FSSAI എന്തായാലും എടുക്കണം. അതുപോലെ തന്നെ ഇതിൽ പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ തണ്ണീർത്തട സംരക്ഷണ മേഖലയിൽ പറ്റില്ല, മറ്റേ വനമേഖലയിൽ പറ്റില്ല, അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്ങിനായിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ പറ്റില്ല. അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലങ്ങളിലാണെങ്കിൽ അവർക്കൊരു ഒബ്ജക്ഷനും പറയാൻ പറ്റില്ല. നമുക്ക് 3 വർഷം വരെ അവരുടെ അനുമതി പത്രം വെച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ബിസിനസ് ചെയ്യാം. അപ്പോൾ ആ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻ്ററാണ്, ജില്ലാ വ്യവസായ കേന്ദ്രം. അത് എല്ലാ സിവിൽ സ്റ്റേഷനുകളിലുമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ ജനറൽ മാനേജർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരാം. നമ്മൾ ഈ ഒരു സംരംഭം പ്രവർത്തിക്കുന്നതിന് വേണ്ട ഉപദേശങ്ങൾ, എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ പേപ്പർ വർക്കുകളാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും അവിടെ നിന്ന് തരും. അപ്പോൾ ഈ 3 മാസം കഴിഞ്ഞിട്ട് അടുത്ത 6 മാസത്തിനുള്ളിൽ
നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ സംരംഭകർക്കൊരു ആശ്വാസമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യങ്ങൾ നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. 2019 നിയമം വന്നത്. 2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ MSMEകൾ കുറേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇടയിൽ ഒരു കാര്യമായ മാറ്റങ്ങളൊന്നും നമുക്കിപ്പോഴും കാണുന്നില്ല. അപ്പോൾ ഈ ട്രേഡ് ലൈസൻസിലൊരു പ്രധാനപ്പെട്ട കാറ്റഗറി ആണല്ലോ ഷോപ്പ് ലൈസൻസ്. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ അതിൽ പറയുന്ന കാര്യം വെച്ചാൽ ഇപ്പോൾ ക്രാക്കേഴ്സ് നിർമ്മാണം അല്ലെങ്കിൽ ക്യാൻഡിൽ നിർമ്മാണം, ഇത്തരം ബിസിനസ്സുകൾക്ക് ഈ ലൈസൻസ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ഈ നമുക്ക് വിഷു ഇപ്പോൾ കഴിഞ്ഞു പോയി. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ പടക്കങ്ങൾ ക്രാക്കേഴ്സൊക്കെ അവരുടെ തന്നിഷ്ടത്തിന് റോഡിലും അല്ലെങ്കിൽ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിന് മുമ്പിൽ തന്നെയുള്ളൊരു കൗണ്ടറിലൊക്കെ ആയിട്ട് വിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം ബിസിനസ്സുകാർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം? ഈ ലൈസൻസ് ഇല്ലാതെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുക അല്ലെങ്കിൽ ഒരു പരാതി വരികയെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും? അതായത് പ്രധാനമായിട്ടും അവർക്ക് കൊടുക്കേണ്ടി വരുന്ന കോമ്പൻസേഷൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. നമ്മളൊരു അനുമതിയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നതും അനുമതി ഇല്ലാണ്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ FSSAI നിയമം പാലിക്കാതെ ഒരാൾ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി അവിടെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ, ലൈസൻസ് ഇല്ലാണ്ട് നടത്തിയാൽ തന്നെ മതി, 5 ലക്ഷം വരെ പിഴ അടയ്ക്കാം, 1 വർഷം വരെ തടവ് ശിക്ഷയും വിധിക്കാം. അതാണ് അതിൻ്റെ ശിക്ഷാ നടപടി. ഇതുപോലെ തന്നെ ഈ ക്രാക്കേഴ്സിൻ്റെ, അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC വേണം, പൊല്യൂഷൻ്റെ NOC വേണം. ഇതൊന്നും ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് നമ്മുടെ പല നിയമങ്ങൾക്കും എതിരാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ളത് കൊണ്ട് അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അതിന് കോമ്പൻസേഷനും ഉണ്ട്, അതുപോലെ തന്നെ ജയിൽ ശിക്ഷയുണ്ട്. അപ്പോൾ ഈ ക്രാക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഇത് നിർമ്മിക്കുന്നതിനും വിൽക്കുന്നതിനും സെപ്പറേറ്റ് ലൈസൻസുകളാണോ? എങ്ങനെയാണ് ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഇൻഡസ്ട്രിയലായിട്ടുള്ള ലൈസൻസ് നേടിയിട്ട് വേണം അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് വിൽക്കുന്നത് ശരിക്കും അത് അനധികൃതമായിട്ട് വിൽക്കുന്നത് തന്നെയാണ്. അത് ശരിക്കും സാമൂഹ്യ സുരക്ഷയ്ക്ക് ഭീതി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. അപ്പോൾ അവരൊറ്റയ്ക്ക് അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് നമുക്ക് കിട്ടും, അതുപോലുള്ള പരിരക്ഷകൾ നമുക്ക് കിട്ടാൻ വകുപ്പുകളുണ്ട്. പക്ഷേ അങ്ങനെ ലൈസൻസ് ഇല്ലാണ്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ട്രേഡ് ലൈസൻസ് കിട്ടാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഈ 2019 മുമ്പ് വരെ പഞ്ചായത്ത് രാജ് റൂൾസ് വെച്ചിട്ടാണ് നമുക്ക് ലൈസൻസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് നമ്മൾ ഈ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് ഓരോ കാര്യത്തിനും പ്രത്യേകം ലൈസൻസ് അപ്ലൈ ചെയ്യണമായിരുന്നു. അതായത് നമുക്ക് ഒരു ബേക്കറിയാണ് തുടങ്ങുന്നതെങ്കിൽ D&O ലൈസൻസാണ് ആദ്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് അതെന്ന് വെച്ചാൽ D&O എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആൻഡ് ഒഫൻസീവ് ഗുഡ്സ് ലൈസൻസ്. അപ്പോൾ പണ്ട് അതിലൊരു പ്രത്യേകിച്ച് കാറ്റഗറൈസേഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളൊരു ബേക്കറി തുടങ്ങുന്നതിന് തന്നെ നമ്മൾ DMOയുടെയൊക്കെ ലൈസൻസ് ആവശ്യമുണ്ടായിരുന്നു. അതായത് മെഡിക്കലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനമായിരിക്കും, പക്ഷേ അതിനും DMOയുടെ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെയൊക്കെ അനുമതി വേണം. പക്ഷേ അതിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഈ 2019 ശേഷം ഈ പറഞ്ഞ MSME ഫെസിലിറ്റേഷൻ ആക്ട് പ്രകാരമാണ് ലൈസൻസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്ററിൽ പോയിട്ട് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോം പൂരിപ്പിച്ചു കൊടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഏത് സ്ഥലമാണ് ചൂസ് ചെയ്തേക്കണത്, എത്ര ഏരിയ ഉണ്ട്, നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അതിൻ്റെ മൂലധനം എത്രയാണ്, അതിൻ്റെ ഓഫീസർമാരാരൊക്കെയാണ്, നമ്മുടെ എത്ര തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടുത്തെ നിയമത്തിനെതിരായിട്ടൊന്നും പ്രവർത്തിക്കില്ല എന്നുള്ളൊരു സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ കൊടുത്തിട്ട് അവരതിനൊരു അനുമതി പത്രം തരും. ആ അനുമതി പത്രം വെച്ച് 3 വർഷം വരെ നമുക്ക് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാം. ഇതിനിടയിൽ നമുക്ക് ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ലൈസൻസുകൾ നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, FSSAI, പാക്കേഴ്സ് ലൈസൻസ്, ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അതിനൊപ്പം തന്നെ നമ്മുടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC വേണ്ട സ്ഥലത്ത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC വേണം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രങ്ങളും വേണം. അതുപോലെ തന്നെ മറ്റൊരു വിപ്ലവകരമായിട്ടുള്ളൊരു നിയമമാണ് 2018 ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ ആക്ട്. അത് പ്രകാരം പണ്ടൊരു സംരംഭം തുടങ്ങി ഒരു അയൽവക്കത്തുകാരനോ അല്ലെങ്കിൽ ഒരു വൈരാഗ്യം വെച്ചുകൊണ്ട് ഒരാൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് അമോഷ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അതായത് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്കപ്പോൾ തന്നെ ആ സംരംഭം അടച്ചു പൂട്ടാനുള്ള ഓർഡർ സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇന്ന് അത് സാധിക്കില്ല. ഈ 2018 നിയമപ്രകാരം ഒരാൾക്കൊരു സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യാവുന്ന പൊല്യൂഷൻ്റെ കാര്യത്തിലാണ്. പൊല്യൂഷൻ പ്രധാനമായിട്ടും 3 തരത്തിലാണ്. അതായത് എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. ഈ 3 തരത്തിലുള്ള പൊല്യൂഷനുകളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നമ്മൾ കൈമാറണം. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരും വന്നിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഈ പൊല്യൂഷൻ എങ്ങനെ നിർത്തലാക്കാം, അതിന് വേണ്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് സജസ്റ്റ് ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള കൃത്യമായ സമയവും കൊടുത്ത് ആ സമയത്തിനുള്ളിൽ ചെയ്തില്ല എങ്കിൽ മാത്രമാണ് ഒരു സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റാനും അത് വീണ്ടും തുടങ്ങാനുള്ള ഒരു വളരെ ഭഗീരഥ പ്രയത്നം വേണം. കാരണം നമ്മളൊരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ചിലവുകൾ എന്തായാലും വന്നുകൊണ്ടേയിരിക്കും. നമുക്കതിൽ നിന്നുള്ള ഇൻകമാണ് സ്റ്റോപ്പ് മെമ്മോ വരുമ്പോൾ കുറയുള്ളൂ. ചിലവുകൾ അപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതെ. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ സംരംഭങ്ങൾ പലതും ഈ സ്റ്റോപ്പ് മെമ്മോയുടെ പേരിൽ പൂട്ടിപ്പോയിട്ട് സംരംഭകർക്ക് വലിയ രീതിയിലുള്ള ബാധ്യത ഉണ്ടാകുന്നത് കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു സർക്കാർ നിയമം കൊണ്ടുവന്നേക്കണേ. അപ്പോൾ അതുകൊണ്ട് പഴയ പോലെ ആ ഒരു സ്റ്റോപ്പ് മെമ്മോ ഇഷ്യൂ ചെയ്ത് ഒരു സംരംഭം പെട്ടെന്ന് അടച്ചു പൂട്ടാനായിട്ട് സാധിക്കില്ല.